ഇതൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ആദ്യോടെ ഈ കഥ പറയേണ്ട സാഹചര്യം ഉണ്ടാവുന്ന ഞാനും പ്രതീക്ഷിച്ചില്ലല്ലോ. ശരിക്കും ഞാൻ ഒരു കോമാളിയായിരുന്നല്ലേ. തൻ്റെ ഷാനുവിൻ്റെ മനസ്സിലെങ്കിലും. ഒരിക്കലും ഇല്ലാതെ ഒന്നും തുറന്നു പറയാൻ കഴിയാത്ത വീർപ്പുമുട്ടലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഒരിക്കലും ഞങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല. സ്നേഹിച്ചു പോയത് ഒരു തെറ്റാണോ അതെ? പിരിയാനാവാത്ത വിധം ഒന്നായി പോയത് ഒരു തെറ്റാണോ അതെ? തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ഇന്നോള ആദ്യേ അതും ഞാൻ പറഞ്ഞില്ലല്ലോ. പൂർണ്ണമായും തെറ്റെന്റെ ഭാഗത്താണ്. ഞാനല്ലേ ആവശ്യമില്ലാത്തേക്ക് സ്വപ്നം കണ്ടു കൂട്ടിയത്. ഇനി നമ്മുടെ മുന്നില് ജീവിതം മാത്രം. വേണ്ട വേണ്ട, താൻ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ പറയുന്നതങ്ങ് അനുസരിച്ചാ മതി. തന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറ, ഞാൻ കേസ് വേറെ ആരെങ്കിലും ഏൽപ്പിക്കാം. അറിയാലോ അങ്ങനെ സംഭവിച്ചാലുണ്ടാകുന്ന അപകടം. തന്റെ ബ്രദറിലോയെ പിന്നെ തനിക്ക് കണി കാണാൻ കിട്ടിയെന്ന് വരില്ല. അവരുടെ ഫേവർ നോക്കിയല്ല ഈ കേസ് ഞാൻ തന്നെ ഏൽപ്പിച്ചത്, തന്റെ ഫേവർ നോക്കിയാ. ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ബട്ട് എന്റെ മുന്നിൽ ഉമാദത്തനായിപ്പോയി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് തനിക്ക് മനസ്സിലായല്ലോ. ഐ വാണ്ട് ആൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഫ്രം യു. സർ, ആദിക്ക് എന്നോട് പിണക്കൊന്നും തോന്നില്ലല്ലേ? എന്തിന്? തനിക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമുള്ളതുകൊണ്ടല്ലേ എല്ലാം തുറന്നു പറഞ്ഞത്. അപ്പൊ ഞാൻ തന്നെ കൂടുതൽ സ്നേഹിക്കല്ലേ വേണ്ടേ?